ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ആർച്ചിവിസ് പ്രോംപ്റ്റ് എഞ്ചിൻ കഴിഞ്ഞ് ഇനി നമ്മളുടെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട്, മെറ്റീരിയൽ പ്രോംപ്റ്റ് ജനറേറ്റർ. മുൻപ് പ്രോംപ്റ്റ് ഒക്കെ ഉണ്ടാക്കാതിരുന്ന നമ്മൾ ഒരുപാട് ടൈം ചാറ്റ് GPT അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ ഒക്കെ എടുത്ത് ഇരിക്കണമായിരുന്നു അല്ലേ. ഇനി അതിൻ്റെ ആവശ്യം കുറയും. ഈ ടൂള് മെയിൻലി മെറ്റീരിയൽസ് റിലേറ്റഡ് വർക്ക് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മെറ്റീരിയൽ നമുക്കെങ്ങനെ സീംലെസ് ടെക്സ്ചർ ആക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജിൽ നിന്ന് മെറ്റീരിയൽ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, ഫർണിച്ചറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്ലീൻ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഈ ഷാഡോസ് ഒക്കെ റിമൂവ് ചെയ്യണം. ഇങ്ങനെ മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഒരു ഇമേജിൽ ഈ ഒരു ടൈൽ ഇപ്പോൾ സംടൈംസ് നമ്മുടെ ഡിസൈനർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്കിത് ആ കാണുന്ന ടൈൽ തന്നെ വേണമെന്ന് പറയും. അതിൽ നിന്ന് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാണിക്കാൻ പറയും അല്ലേ. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഈ ഒരു ഭാഗത്ത് ഷാഡോസ് ഒക്കെ അടിക്കുന്നുണ്ട്, ഇവിടെ കുറച്ച് ഇരുട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഇതൊരു സീംലെസ് ടെക്സ്ചർ അല്ലെങ്കിൽ നമ്മൾ 3D മാക്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലൊക്കെ ക്രോപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോണ ഒരു പരിപാടിയാണത്. കാരണം അത് സീംലെസ് ആവില്ല, ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരും. അതേപോലെ ഈ ഒരു സോഫയൊക്കെ ചിലപ്പോൾ ഇട്ട് തരും, എന്നിട്ട് പറയും ആ കാണുന്ന സോഫയിലുള്ള മെറ്റീരിയൽസ് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ആർട്ട് വർക്ക് ഉണ്ട്, ഈ ആർട്ട് വർക്ക് തന്നെ വേണമെന്ന് പറയും. അതേപോലെ ഇതിലത്തെ മെറ്റീരിയൽസ്, പിന്നെ ഇത് നമുക്ക് വോളിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാസ്റ്ററിൻ്റെ ഒരു ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്യില്ലേ ചുമരിൽ, അങ്ങനത്തെ ഒരു സംഭവം. അതേപോലെ ഈ ഒരു ടൈൽ കാണിച്ചിട്ട് പറയും നമുക്ക് ഈ ടൈൽ തന്നെ വേണം, ഈ ഒരു മാർബിൾ തന്നെ വേണം, ഈ ഒരു പാറ്റേൺ തന്നെ വേണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഇതിൻ്റെ പ്രോംപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ടൂള് ഡയറക്റ്റ് അതിൻ്റെ ടെക്സ്ചർ ജനറേറ്റ് ചെയ്യുന്ന ടൂളല്ല കേട്ടോ. ഇത് ഹൈലി ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. ആ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാനോ ബനാന ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് സീംലെസ് ടെക്സ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു പ്ലഗിനൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അല്ലേ, അപ്ലോഡ് യുവർ റെഫറൻസ് ഇമേജ്. അപ്പോൾ അങ്ങനെ ആ ഒരു അപ്ലോഡ് യുവർ റെഫറൻസ് ഇമേജിൽ എന്ത് ചെയ്യുക, ചൂസ് ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ഇമേജ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ ഒരു ആം ചെയർ കൂടെ സെലക്ട് ചെയ്യണം. ഇതിലത്തെ ഈ ഒരു ടെക്സ്ചർ നമുക്ക് സീംലെസ് ടെക്സ്ചർ ആയിട്ട് വേണം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അത് എന്ത് അസെറ്റ് ടൈപ്പാന്ന് ഇവിടെ ഉണ്ട്, ഒരു ഓപ്ഷൻസ് ഇവിടെ കുറേ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതിനെ ഫാബ്രിക് ഓർ ടെക്സ്റ്റൈൽ എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഫാബ്രിക് എന്ത് ഫാബ്രിക്കാന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിലുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ സെലക്ട് ചെയ്യൊന്നും വേണ്ട. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അവിടെ പാറ്റേൺ ഫാബ്രിക് എന്നോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സോഴ്സ് ഇമേജ് കറക്ഷൻ അതൊന്നും ചെയ്യാല്ലേ, അത് ഓട്ടോമാറ്റിക്കായി വന്നോളും. ഓക്കെ, അതേപോലെ ഔട്ട്പുട്ട് ആസ്പെക്ട് റേഷ്യോ, നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഏത് റേഷ്യോയിലാണ് വേണ്ടതെന്നുള്ളത്, 1/1 സ്ക്വയർ വേണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റേഷ്യോ. ഓട്ടോമാറ്റിക് റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒരു ഇമേജ് ഇടുമ്പോൾ വരുന്നൊരു റേഷ്യോ ആണ്. ഈ ഒരു ഇമേജിൻ്റെ റേഷ്യോ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്, 9/16. അതാണ് ഇവിടെ ആഡ് ചെയ്ത് ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളത്. ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഒരു സീംലെസ് എന്നൊക്കെ വരുമ്പോൾ എന്താ പറയുക, നമുക്കൊരു 1/1 സ്ക്വയർ ടെക്സ്ചർ മതി എന്നുള്ള രീതിയിൽ ഞാനത് സെലക്ട് ചെയ്തു. പിന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് കുറച്ച് മെറ്റീരിയൽസ് ഇവിടെ സെലക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, PBR മാപ്പ് ടു ജനറേറ്റ്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്താ ഡിഫ്യൂസ് മാപ്പ് വേണം, നോർമൽ മാപ്പ് വേണം, പിന്നെ ഇതിൻ്റെ ഒരു ബമ്പ് മാപ്പ്. ഈ ഒരു 3 മാപ്പ് തൽക്കാലത്തേക്ക് മതി. ഒരുപാട് മാപ്പ് ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഏത് മാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഒക്കെ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇത് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ 3 സെലക്ട് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ഒരു അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ അല്ലേ, അവിടെ നമുക്ക് ഒരു ക്വിക്ക് ഇൻസ്ട്രക്ഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ക്രിയേറ്റ് സീംലെസ് ടെക്സ്ചർ ഫ്രം ദ അപ്ലോഡഡ് മെറ്റീരിയൽ ഇമേജ്. ഇതിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജിൽ നിന്ന് നമുക്കൊരു സീംലെസ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഞാൻ സിമ്പിളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, ജനറേറ്റ് സീംലെസ് ഫാബ്രിക് ടെക്സ്ചർ ഫ്രം ദ മെറ്റീരിയൽ ഇമേജ്, ഫാബ്രിക് ടെക്സ്ചർ കേട്ടോ. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, താഴെ പോയിട്ട്
ഇവിടെ ജനറേറ്റ് ഫുൾ PBR പ്രോംപ്റ്റ് സെറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി ആവശ്യമുള്ളത് നോക്കിയിട്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടേതായിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം, എന്താണ് അതിൽ നിന്ന് വേണ്ടതെന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും, ഈ പറഞ്ഞ 2-3 തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഇമേജിൽ നിന്നുള്ള ടെക്സ്ചർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യുക, ജനറേറ്റ് ഫുൾ PBR പ്രോംപ്റ്റ് സെറ്റ്, ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഈ 3 മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് കളർ, ഡിഫ്യൂസ്, അതുപോലെ നോർമൽ മാപ്പ്, ബമ്പ് മാപ്പ്, പിന്നെ അതിന് ഉപയോഗിക്കാവുന്ന ഒരു നെഗറ്റീവ് പ്രോംപ്റ്റ് നമുക്കിവിടെ കോപ്പി ആയിട്ടുണ്ട്, ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിൽ നിന്ന് ആ ഒരു ബേസ് കളർ അല്ലെങ്കിൽ ഡിഫ്യൂസിൻ്റെ ഇമേജ് നമുക്ക് എടുക്കണം അല്ലേ. അപ്പോൾ ഈ കോപ്പി ഞാനിവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആ ഒരു ഭാഗം നമുക്ക് കോപ്പി ചെയ്ത് കിട്ടും. ഓക്കെ, അതിനുശേഷം ഞാൻ യൂസ് ചെയ്യാൻ പോണ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ ഗൂഗിൾ ഫ്ലോയിൽ യൂസ് ചെയ്യാം, ഗൂഗിൾ ജെമിനിയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രീ പിക്ക്, നാനോ ബനാന ഏതൊക്കെ പ്ലാറ്റ്ഫോമിലുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് നാനോ ബനാന വേണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഫ്രീ പിക്ക് വെബ്സൈറ്റിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൽ നാനോ ബനാന ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് ജനറേറ്റർ ഇവിടെ ഓപ്പൺ ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇമേജ് ജനറേറ്റഡ് ചെയ്യുന്ന സാധനം വരും. ഈ ഒരു നമ്മുടെ ഇമേജസ് ഒക്കെ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ആംചെയറിൽ നിന്നുള്ള ഒരു ടെക്സ്ചർ ജനറേറ്റ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ പോണത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഇമേജ് ഞാൻ നേരെ ഇതിലത്തെ ഇമേജ് റെഫറൻസിലേക്ക് കൊടുത്തു. ഇനി നമ്മുടെ പ്രോംപ്റ്റ് കോപ്പി ചെയ്യണ്ടേ, എന്നിട്ട് പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്യാണ്. നമ്മുടെ പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്തു. പ്രോംപ്റ്റിന് ഞാൻ ആ ടെക്സ്റ്റ് അതിൻ്റെ ടെക്സ്റ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റും കൊടുത്തു, ഇമേജും കൊടുത്തു. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജ് ജനറേറ്റ് ആവണം. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് 2K 1K 4K അതൊക്കെ സെലക്ട് ചെയ്യാം. ഗൂഗിൾ നാനോ ബനാന 2 ആണ് ഞാൻ സെലക്ട് ചെയ്യണത്. ഓക്കെ, അതിൻ്റെ റേഷ്യോ നമുക്ക് 1:1, പ്രോംപ്റ്റിലും 1:1 തന്നെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. അങ്ങനെ റൺ ചെയ്യുമ്പോൾ ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ച് നമ്മുടെ ഇതിൽ നിന്നുള്ള ആ ഒരു ടെക്സ്ചർ ഇവിടെ സീംലെസ് ടെക്സ്ചർ ഇവിടെ ജനറേറ്റ് ആവും. അപ്പം ഞാൻ വീണ്ടും പറയാണ്, നമുക്കിത് നാനോ ബനാന വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും ആവാം. ഗൂഗിൾ ഫ്ലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ജെമിനി യൂസ് ചെയ്യാം, ഈ പറഞ്ഞ VV, ഫ്രീ പിക്ക്, അങ്ങനെ അഡോബി, അതിൻ്റെ ഏതൊക്കെ സൈറ്റിൽ നാനോ ബനാന അവൈലബിൾ ഉണ്ടോ അതിലൊക്കെ കയറി നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇമേജ് അവിടെ ജനറേറ്റ് ആയി കിട്ടി. അപ്പോൾ ആ ഒരു സോഫയിൽ നിന്ന് ഉള്ള ആ ഒരു മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഒരു മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ മാക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആ രണ്ടാമത്തെ നോർമൽ മാപ്പിൻ്റെ ഞാൻ ഇവിടെ കോപ്പി ചെയ്യാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഫ്രീ പിക്കിൽ പോയിട്ട് ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അത് ടെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇമേജ് ജനറേറ്ററിലേക്ക് കൊടുത്തു. അതിനുശേഷം അതിനെ നാനോ ബനാന 2 സെലക്ട് ചെയ്യുക, റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കൊടുക്കുക, ആസ്പെക്ട് റേഷ്യോ സെയിം 1:1 തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ നോർമൽ മാപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നോർമൽ മാപ്പ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു ഫോട്ടോയിലേക്ക് പോകരുത്. നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഡിഫ്യൂസ് മാപ്പിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ നോർമലി ജനറേറ്റ് ചെയ്യേണ്ടത്. അതെന്ത് ചെയ്യുക, സെലക്ട് കൊടുത്തിട്ട് റൺ ചെയ്യുക. അതേപോലെ ഇനി നമുക്ക് ഒരു ഡിഫ്യൂസ് കിട്ടിയില്ല, ഇനി ഇതിൽ നിന്നാണ് ബമ്പ് മാപ്പൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ബമ്പ് മാപ്പിൻ്റെ നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, പോവുക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു ഇമേജ് ജനറേറ്റ് കൊടുക്കുക. അതിനുശേഷം നാനോ ബനാന 2K 1 കൊടുക്കുക. മെയിൻ ഇമേജിൽ നിന്ന് എന്ത് ചെയ്യുക, നേരെ സെലക്ട് ചെയ്ത് കണക്ഷൻ കൊടുക്കുക, റൺ അൺലിമിറ്റഡ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറിൻ്റെ നോർമൽ മാപ്പ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് അല്ലേ. അതേപോലെ ഇനി ബമ്പ് മാപ്പാണ് ഇനി കിട്ടാനുള്ളത്.
ജനറേഷൻ നിന്ന് പോകുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബമ്പ് മാപ്പും നമുക്കിവിടെ ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 3D Max ഓപ്പൺ ചെയ്യാം. അതിൽ തൽക്കാലത്തേക്ക് ഞാനിവിടെ ഒരു ബോക്സ് വരയ്ക്കാൻ കേട്ടോ. ബോക്സ് വരച്ചിട്ട് നമുക്കതിനൊരു 300 സെൻറ്റിമീറ്റർ ബൈ 300 സെൻറ്റിമീറ്റർ ബൈ 50, 300 വേണ്ട, ഒരു 150 ബൈ 150 കൊടുക്കാം. എന്നിട്ട് മെറ്റീരിയൽ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് നമ്മുടെ ഡിഫ്യൂസ് ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. മെറ്റീരിയൽ ജനറേറ്ററിൽ പോയിട്ട് നമുക്ക് ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിനൊരു UVW കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സീംലെസ് ആണോന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ നമുക്കൊരു 50 ബൈ 50 ബൈ 50 കൊടുത്ത് നോക്കാം. കണ്ടോ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് സൈസ് കൂട്ടാം. 500 ബൈ 500 കൊടുക്കാം. എന്നിട്ട് അതിൽ നമ്മുടെ ടെക്സ്ചറിൻ്റെ സൈസ് ഒരു 150 ബൈ 150 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്ചർ. സീംലെസ് ആയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ചെറിയിൽ നിന്നാണ് ഈ ഒരു ടെക്സ്ചർ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഡിഫ്യൂസ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി അതിൻ്റെ എന്ത് ചെയ്യുക, നോർമലി ബമ്പൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യുക. നോർമൽ മാപ്പിൽ പോയിട്ട് നോർമൽ മാപ്പിൽ എന്ത് ചെയ്യുക, അതിൻ്റെ നോർമൽ മാപ്പ് ഡൗൺലോഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇതിൽ പോയതിന് ശേഷം നോർമൽ മാപ്പും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്തിടുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ മാപ്പ് ആഡ് ചെയ്യുക. അതേപോലെ അതിൻ്റെ ബമ്പ് മാപ്പും നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ ഒരു ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ജനറേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ കാണിക്കാം. അടുത്തത് നമുക്ക് ഏതാ വേണ്ടേ, ഈ ഒരു ടൈൽ എടുക്കാം അല്ലേ. ഈ ഒരു ടൈലിൻ്റെ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, മാക്സിൽ വരാം. മാക്സിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ പ്രോംപ്റ്റ് ജനറേറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ അത് റിമൂവ് കൊടുക്കുക. അതിനുശേഷം ചൂസ് ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടൈല് സെലക്ട് ചെയ്യാം. അതിനുശേഷം അത് എന്ത് മെറ്റീരിയൽ എന്നുള്ളത് ഇവിടെ കൊടുക്കാം. അപ്പോൾ തൽക്കാലം നമുക്കൊരു സെറാമിക് ടൈലിൽ നിന്ന് തൽക്കാലം കൊടുക്കാം. അതിനുശേഷം ഇതിൽ വേറെ ഓപ്ഷൻസ് ഒന്നും സെലക്ട് ചെയ്യണ്ട. അത് 1x1 സ്ക്വയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ബേസ് കളർ ഡിഫ്യൂസ് നോർമൽ വേണം, ബമ്പ് വേണം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് എ സീംലെസ് ടെക്സ്ചർ ഫ്രം ദ അപ്ലോഡഡ് മെറ്റീരിയൽ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു 3-4 ഓപ്ഷൻസ് ജനറേറ്റ് ആവും. അതിന് നമുക്ക് നമ്മുടെ ബേസ് കളർ കോപ്പി ചെയ്യുക. നേരെ എന്ത് ചെയ്യുക, ഇവിടെ ഫ്രീ പിക്കിലൊന്ന് പേസ്റ്റ് ചെയ്യുക പ്രോംപ്റ്റ്. അതിനുശേഷം ഇവിടെ നിന്ന് ഇമേജ് ജനറേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നാനോ ബനാന 2 സെലക്ട് ചെയ്യുക. 2K ഈ ഒരു ഇമേജ് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ ടെക്സ്ചർ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ടെക്സ്ചർ ജനറേറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. ഇതാണ് ആ ടെക്സ്ചർ. ഓക്കെ, അത് നമുക്കത് ഡൗൺലോഡ് ചെയ്തിടാം. ഇനി അതിൻ്റെ ഈ പറഞ്ഞ പോലെ ബമ്പ് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെപ്ത് മാപ്പ്, ഇത് മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചതാണ് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെപ്ത് മാപ്പ് ജനറേറ്റ് ചെയ്യണം.
എന്ത് ചെയ്യുക, നേരെ മാക്സിൽ പോയതിന് ശേഷം നമ്മുടെ പ്രോംപ്റ്റ് ജനറേറ്റ് ഒന്ന് റൺ ചെയ്യുക. അതിന് ശേഷം ആ ഒരു ചൂസ് ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അതിന് നമുക്ക് ഇവിടെ എന്ത് ഇതാന്നുള്ളത് ഞാൻ ഇവിടെ പെയിൻറ് വാൾ ഫിനിഷ്, അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ലെതർ ബ്രിക്ക് കോൺക്രീറ്റ് വാൾപേപ്പർ, തൽക്കാലത്തേക്ക് വാൾ ഫിനിഷ് എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻസ് ഉണ്ടല്ലേ, ഓക്കെ, ആ ഓപ്ഷൻസിൽ നമുക്ക് ടെക്സ്റ്റ് ക്ലേ പ്ലാസ്റ്റർ എന്ന് കൊടുക്കാം. അത് അതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോ 9/16 റേഷ്യോ ഉണ്ട്, ഓട്ടോ 9/16 എടുക്കുക. നമുക്ക് ആവശ്യമുള്ള മാപ്പ് എന്തിട്ടാ, ഡെപ്ത് മാപ്പ്. ഇതിനെ നമുക്ക് ഡെപ്ത് മാപ്പ് ജനറേറ്റ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, ഡെപ്ത് മാപ്പ് സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് എ സീംലെസ് ടെക്സ്ചർ ഫ്രം ദ അപ്ലോഡ് ഇമേജ് എന്ന് കൊടുക്കുക, സെലക്ട് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡെപ്ത് മാപ്പിൻ്റെ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ആവും. അത് കോപ്പി ചെയ്യുക, ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളതിനെ ഒരു ഇമേജ് ജനറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ തന്നെ 2 സെലക്ട് ചെയ്യുക, അതിൻ്റെ റേഷ്യോ 3/4 കൊടുക്കുക. ഈ ഒരു ഇമേജ് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം, 2K റെസൊല്യൂഷൻ, റെൻഡർ അടിക്കുക, റൺ. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് മാപ്പ് അവിടെ ജനറേറ്റ് ആവും. ഈ ഒരു ഇമേജ് എങ്ങനെ വേണമെങ്കിൽ കിടന്നോട്ടെട്ടാ, ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കേ അല്ലെങ്കിൽ അതിലേക്ക് ഷാഡോസ് അടിക്കുകയെ എന്തൊട്ട് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിൻ്റെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു ഇമേജ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അഥവാ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇമേജിൻ്റെ എന്ത് ചെയ്യുക, ഡിഫ്യൂസ് കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിഫ്യൂസ് ആദ്യം റെൻഡർ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിഫ്യൂസ് ഇമേജ് കിട്ടും. എന്നിട്ട് ആ ഡിഫ്യൂസ് ഇമേജിൽ നിന്ന് എന്ത് ചെയ്യുക, നേരെ ഇതിൻ്റെ ഡെപ്ത് മാപ്പ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഡെപ്ത് മാപ്പ് ഇത് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു. ഇതൊരു ചെറിയ ലോ റെസൊല്യൂഷൻ ഇമേജ് ആണ് കേട്ടോ, നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ കാണാം, ചെറിയൊരു ലോ റെസൊല്യൂഷൻ ഇമേജ് ആണ്. അതിൻ്റെ ഡെപ്ത് മാപ്പ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ 3D Maxൽ പോയതിന് ശേഷം എന്ത് ചെയ്യാണ്, ഒരു പ്ലെയിൻ വരയ്ക്കുകയാണ് ഇവിടെ. ഡെപ്ത് മാപ്പ് നമുക്ക് എങ്ങനെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 300 കൊടുക്കുകയാണ്, ഇതൊരു 250 കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെഗ്മെൻറ്റ്സ് ഞാൻ തൽക്കാലത്തേക്ക് 1000 കൊടുക്കാൻ കേട്ടോ. അത് നോക്കി പേടിക്കണ്ട, അത് വലിയ ഇഷ്യൂ ഉള്ള പരിപാടിയില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന കാരണമാണ്. എന്നിട്ട് ഞാനവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിസ്പ്ലേസ് ഒരു മോഡിഫയർ ആഡ് ചെയ്തു. അതിനുശേഷം അതിലൊരു മാപ്പ്, വിയർ ബിറ്റ് മാപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളിതിൻ്റെ വാല്യൂ സ്ട്രെങ്ത്തോടെ കൂട്ടി കൊടുക്കണം അല്ലേ. ഈ സ്ട്രെങ്ത് ഇങ്ങനെ കൂടുന്തോറും ആ ഒരു സംഭവം അവിടെ തെളിഞ്ഞു വരണേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് മാക്സിമം ഒരു 10 കൊടുക്കുക, അല്ല 5 കൊടുക്കുക. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് കറക്റ്റ് ശരിയാക്കിയതായി റെഡി ആയിട്ടില്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. വാല്യൂ 10 കൊടുക്കുമ്പോഴുള്ള ഔട്ട് നോക്കിക്കോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് ഇമേജിൻ്റെ ഡെപ്ത് മാപ്പ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം, എത്ര ലോ ക്വാളിറ്റി വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മെഷ് പോലെയൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് സ്ലൈസ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതിട്ടിട്ട് റിമൂവ് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഏത് ആക്സിസ് വൈയില്ലേ, അപ്പോൾ വൈയിൽ വന്നിട്ട് മൈനസ് ബാക്കിലോട്ടുള്ള -1.5 -0.1
കണ്ടോ, അപ്പോൾ അതൊരു മെഷ് പോലെയായില്ലേ. ഒന്നും കൂടി പോകാണ്ട് -0.1. ബാക്കി നമുക്കൊക്കെ ഒരു മാനുവലി കളയാൻ പറ്റുന്നതൊക്കെ മാനുവലി കളഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്തതിനെ എഡിറ്റബിൾ പോളിയാക്കിയാൽ മതി. അപ്പോൾ നമുക്കതൊരു മെഷായിട്ട് കിട്ടിയില്ലേ. ഒരു ലോ റെസൊല്യൂഷൻ ഇമേജ് എന്നാട്ടോ നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, അതേപോലെ ഞാനിവിടെ കുറേ ഇമേജസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ലെങ്ത് കൂടിപ്പോവും. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിവിടെ ഒരു കൃഷ്ണൻ്റെ അതിൻ്റെ ഒരു ഡെപ്ത് മാപ്പ് കണ്ടോ, അതിൻ്റെ ഒരു ഡെപ്ത് മാപ്പ്. അതേപോലെ ഇതൊരു ടൈലാണ്, അതിൻ്റെ മാപ്പോടെ ഉണ്ടായിരുന്നു. അതേപോലെ യേശു, ഇതൊരു ആർട്ട് വർക്കാണ്. ഈ ആർട്ട് വർക്ക് ഇതാണ്. ഈ ആർട്ട് വർക്ക് ചെരിഞ്ഞിരിക്കുന്ന ഈ ആർട്ട് വർക്ക് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ ഒരു ഇമേജ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ഇമേജ് ചെരിഞ്ഞിരിക്കുന്ന ഇമേജിന് വരെ നമുക്ക് അതിൻ്റെ സ്ട്രെയിറ്റ് ആർട്ട് വർക്ക് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതിൻ്റെ നോർമൽ ബമ്പ് മാപ്പ് ഉണ്ട്, നോർമൽ മാപ്പ് ഉണ്ട്. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വർക്ക് അടിപൊളിയായിരിക്കും. എല്ലാ മെറ്റീരിയൽസും ക്വാളിറ്റി കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഇമേജസ് ഒക്കെ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയതിൻ്റെ ആ ഒരു ഡെപ്ത് മാപ്പാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു പ്ലെയിൻ വരച്ചിട്ട് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഡിസ്പ്ലേസ് നമുക്ക് ഒരു ഇതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്ട്രെങ്ത് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, 5, 10, 15, 20 കണ്ട ആ ഒരു ഇമേജിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടാ. അങ്ങനെ നമുക്ക് ഒരുപാട് ഏത് ഇമേജ് ആയാലും അതിൻ്റെ ഡെപ്തൊക്കെ നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇഷ്ടമുള്ള ഇമേജ് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ ചെയ്യാനുള്ള പരിപാടി നമ്മൾ ഈ വോളിലൊക്കെ ആഡ് ചെയ്യുന്ന സംഭവം അല്ലേ, അതന്നെ സംഭവം. ഇത് ഇതിൻ്റെ വിട്ട് ഒന്ന് ശരിയാവേണ്ട കേട്ടോ. വിട്ട് വേണമെങ്കിൽ നമുക്ക് മാനുവലി റെഡിയാക്കാം. കണ്ടോ, പമ്പ് ഡിസ്പ്ലേസ് കുറച്ച് കൂടുതലാണ്, കുറയ്ക്കുക. 24 വേണ്ട, ജസ്റ്റ് തൽക്കാലം ഇത്രയും മതി. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തുള്ള സെറ്റപ്പ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സ്ക്രിപ്റ്റ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു QR കോഡ് കാണിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ QR കോഡ്. ഇത് സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ ആർച്ചിവിസ് പ്രോംപ്റ്റ് എഞ്ചിൻ സ്ക്രിപ്റ്റ് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സ്ക്രിപ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആർച്ചിവിസ് പ്രോംപ്റ്റിൻ്റെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഔട്ട് എടുത്തിട്ടുണ്ടോ, അത് വെച്ച് ഒരുപാട് നല്ല നല്ല ഔട്ടുകൾ പടയ്ക്കാട്ടോ. ഇതൊക്കെയാണ് ഞാൻ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള വേറെ വർക്കുകൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൂടിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സീംലെസ് ടെക്സ്ചർ നിങ്ങൾക്ക് ഇത് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ലോ ക്വാളിറ്റി ആയും അതിനെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ കാണുന്ന ഇവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ഫ്ലോറിലുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് ഞാനിവിടെ കണ്ട അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്ചറാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സ്പെക്കുലർ മാപ്പാണിത്. അപ്പോൾ എന്ത് മാപ്പ് കിട്ടിയാലും ഇനി ധൈര്യമായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ച് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക, സാധനം അതിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്യുക, പടയ്ക്കുക. ഓക്കെ, ഇനി ഏത് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാലും ഒട്ടും പേടിക്കേണ്ട, നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ട്. അതിൽ നേരെ ഇമേജ് ചൂസ് ചെയ്യുക, ഏതൊക്കെ ഓപ്ഷൻസ് വേണ്ട വെച്ചാൽ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക.
പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക. നേരെ കൊണ്ട് നാനോ ബനാന ഇട്ടിട്ട് അതിൻ്റെ ടെക്സ്ചർ ഹൈ ക്വാളിറ്റി ജനറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് if you are interested in purchasing this plugin, scan the QR code. That's നമ്മുടെ QR code. Okay, and send me a message. So this material prompt generator is something that almost every 3D artist can benefit from. So the plugin generates highly detailed prompt, and by using those prompts you can create seamless textures and materials like this. So it will help your workflow smoother, faster and more efficient. If you are interested, send me message. Thank you guys. ഇനി ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടിപ്പോവും, അതുകൊണ്ടാണ്. എല്ലാവർക്കും ഐഡിയ കിട്ടിയത് മനസ്സിലാക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ആർച്ചിവിസ് എഞ്ചിൻ്റെ പ്രോംപ്റ്റ് എഞ്ചിൻ വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു പ്ലഗിൻ തികച്ചും സൗജന്യമാണ്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് ഒരുപാട് പേര് ആ ഒരു ആർച്ചിവിസ് പ്രോംപ്റ്റ് എഞ്ചിൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അടിപൊളി പ്ലഗിനാണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇവിടെയൊക്കെ ഈ ലൊക്കേഷൻ നോട്ടിലൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ അതൊക്കെ അതിൽ ക്രിയേറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.